എന്തൊക്കെയുണ്ട് വിശേഷം? ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ കേട്ടോ. ദീ ഓടിപ്പോണ അറിയണത്തിനുണ്ടോ? ഇതേ എൻ്റെ വീടിൻ്റെ മൂലയ്ക്കൽ പൊടി പിടിച്ചിരുന്ന ഏകദേശം ഒരു 15 വർഷം പഴക്കമുള്ള ഒരു ഗ്ലാസിൻ്റെ അല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അരയന്നാണ് കേട്ടോ. ദേ ഇതുപോലെയാണ്. ഇതുപോലെയല്ല, കുറച്ചും കൂടി പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതാ കേട്ടോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇതിനൊന്ന് വർണ്ണശബളാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ അരയന്നം എന്നൊക്കെ പറയുമ്പോൾ പ്രേമത്തിൻ്റെ ഒരു സിമ്പലാണെന്നാണുള്ളൊരു വെയ്പ്പ്. അതുകൊണ്ട് ചുമപ്പടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നോക്കുമ്പോണ്ട് എൻ്റെ കയ്യിൽ ചുമപ്പ് കളറില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു മഞ്ഞയും ഒരു ഓറഞ്ചും പിന്നെ കുറച്ച് പിങ്കും എവിടെയൊക്കെ ആയിട്ട് ഇത്തിരി ബ്രൗണും മാത്രം. എന്നാൽ പിന്നെ ഉള്ള കളർ വെച്ച് അടിക്കാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ മഞ്ഞയും തുടങ്ങാമെന്ന് വിചാരിച്ചത്. മഞ്ഞൻ്റെ ഫേവറേറ്റ് കളറാണ്. അങ്ങനെ ഞാൻ മഞ്ഞ അടിച്ചു തുടങ്ങി. ചിറകിന് മഞ്ഞ, ദേഹത്തിന് ഓറഞ്ച്. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെ ഞാൻ അടിച്ചടിച്ചടിച്ചടിച്ച് വരുമ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്നാൽ പിന്നെ ഈ ഒരു ഓറഞ്ച് തന്നെ ചിറകിനടിച്ചാലോ എന്ന്. അങ്ങനെ പെയിൻ്റ് അടിക്കാൻ അറിയാത്ത ഞാൻ ചന്നം ഭിന്നം ഓറഞ്ചും മഞ്ഞയും വാരി വാരി പൂശി പൂശി അരയന്നത്തിന് ഒരു പരിവാക്കിയെടുത്തു. എന്തായാലും പ്രണയത്തിൻ്റെ സിമ്പിളല്ലേ, വർണ്ണശബളായിക്കോട്ടെ. അപ്പോഴാണ് താഴെ ഇരിക്കുന്ന അരയന്നത്തിനെ കണ്ടത്. അതിനും ഒരു കുറവും വരുത്തണ്ടെന്ന് വിചാരിച്ച് ഓറഞ്ചും മഞ്ഞയും തന്നെ വാരി പൂശി. വേറെ കളറില്ലല്ലോ നമ്മുടെ കയ്യിൽ. അങ്ങനെ ഉള്ള കളർ കൊണ്ട് നല്ല പോലെ വാരിപ്പൂശി വൃത്തിയാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കട്ടോ. അപ്പോഴാണ് കണ്ടത് ഇവർ രണ്ടുപേരും ഇരിക്കുന്നത് ഒരു തടി കഷ്ണത്തിലാണ്. പിന്നെ നോക്കുമ്പോഴാണ് ബ്രൗൺ കളർ പെയിൻറ്റിൻ്റെ കുപ്പിയുടെ അടിയിൽ ഇത്തിരി കളർ ഇരിക്കണോ, എന്നാൽ ഉള്ള കളർ വെച്ച് അടിക്കാൻ നോക്കിയപ്പോൾ വളരെയധികം ലൈറ്റ് ബ്രൗൺ ആയതുകൊണ്ട് തന്നെ എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കണ പോലെ ഒരു ഫീല്. പറഞ്ഞിട്ടെന്താ കാര്യം, കളറില്ലല്ലോ കയ്യിൽ. കളർ ഉണ്ടെങ്കിൽ കുറച്ചധികം അടിച്ചു കൊടുക്കായിരുന്നു. കളറില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടോ എനിക്ക് വലിയ പിശുക്കാന്ന്. അല്ല, എനിക്ക് പെയിൻ്റ് അടിക്കാൻ അറിയാത്തതുകൊണ്ട് കളർ വാങ്ങലില്ല. എന്താണെങ്കിലും പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞ് ഞാൻ ഉണക്കാൻ വെച്ചു. നല്ലോണം അങ്ങോട്ട് ഉണക്കിയെടുക്കട്ടെ. എന്നിട്ട് രണ്ടാമത്തെ കോട്ട് അടിച്ചു. രണ്ടാമത്തെ കോട്ട് അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ വേറെ കളറൊന്നും ഇല്ലല്ലോ, ഉള്ള കളർ തന്നെ വാരി പൂശി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു ഗോൾഡൻ കളർ അറിയുന്നായ പോലെ ഒരു ഫീല്. കഴിവുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ കഴിവ് നിങ്ങൾക്ക് ഇഷ്ടമായാ എന്നാൽ കമൻ്റ് ഇട്ടോ, ഞാൻ വായിച്ചോളാം. ഇഷ്ടമായില്ലെങ്കിലും കമൻ്റ് ഇടാൻ പിശുക്കൊന്നും കാണിക്കണ്ട കേട്ടോ. എന്നാൽ പിന്നെ ലൈക്കും കൂടി അടിച്ചോ. ആദ്യത്തെ വീഡിയോ അല്ലേ, ആരാ പ്രോത്സാഹനം ആഗ്രഹിക്കാത്തത്? ഇതുപോലെ ഇങ്ങനെ ഗോൾഡൻ കളറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് സ്വന്തമായിട്ട് അഭിമാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് മഞ്ഞ തോണ്ടി വെച്ചത്. ആ തോണ്ടി വെച്ച മഞ്ഞ കുറച്ച് ഓവറായില്ലേ എന്നൊരു തോന്നൽ. എന്നാൽ പിന്നെ ഈ ചിറകിലേക്ക് കൂടി കുറച്ച് മഞ്ഞടിച്ച് ഓവറാക്കാമെന്ന് ഞാൻ കരുതി. അങ്ങനെ ചിറകിനെയും മഞ്ഞടിച്ച് ഓവറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചിറകും മഞ്ഞടിച്ച് ഓവറാക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു സ്വർണ്ണ അരയണത്തിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി. നീ താഴെയുള്ളതിനെ കുട്ടപ്പനാക്കണ്ടേ, മഞ്ഞ തന്നെ അടിച്ച് കളയാം. കുറച്ച് സ്വർണ്ണം ആയിക്കോട്ടെ, നീ സ്വർണ്ണത്തിനൊക്കെ ഇപ്പം എന്താണല്ലോ വില. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി, എന്നാൽ പിന്നെ സ്വർണ്ണാക്കണ്ട, ഇച്ചിരി പിങ്ക് അടിച്ച് വെറൈറ്റി ആക്കാന്ന്. അങ്ങനെ കുപ്പിയുടെ അടിയിലുണ്ടായിരുന്ന ഇത്തിരി പിങ്ക് എടുത്ത് വാരി പൂശി ഏകദേശം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കളറില്ലേ, മഞ്ഞയും ഓറഞ്ചും പിങ്കും ചേർന്ന് ഈ കളറായിട്ട് മാറി. പിന്നെ അതിനെ ഉണക്കിയെടുത്തു. ചന്നം ഭിന്നം പൂക്കൾ വരച്ചു. ഇപ്പം കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കണു അരയന്നം. നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്കിഷ്ടമായിട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.